അരവിന്ദ് കെജ്രിവാളിന്റെ വ്യാജ ആരോപണങ്ങളെ പൊളിച്ചടുക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. യമുന നദിയിലെ വെള്ളത്തിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തിയെന്ന വ്യാജ ആരോപണം ഉന്നയിച്ചാണ് കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നത്. യമുനയെ വിഷപ്പതിപ്പിൽ മുക്കിയത് അയൽ സംസ്ഥാനമായ ഹരിയാനയാണെന്ന കേജ്രിവാളിന്റെ വാദമാണ് അമിത് ഷാ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത്. അതായത് വില കുറഞ്ഞ വ്യാജ ആരോപണങ്ങൾക്ക് അധിക നേരം ആയുസ് ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് കേജ്രിവാൾ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞ അമിത് ഷാ ഡൽഹിയിലെ ജല ബോർഡിന്റെ റിപ്പോർട്ട് പരസ്യമാക്കുവാനും കേജ്രിവാളിനെ വെല്ലുവിളിച്ചു. യമുനയിൽ വിഷം കലർത്തുന്നുവെന്ന് പറഞ്ഞ കേജ്രിവാൾ ഏത് തരത്തിലുള്ള വിഷമാണ് കലർത്തിയതെന്നും ഡൽഹിയിലെ ജനങ്ങളോട് പറയണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെയുണ്ടെങ്കിൽ യമുനയിലെ ഈ വെള്ളം ഡൽഹിയിലേക്ക് വിടുന്നത് തടയണമെന്ന സർക്കാർ ഉത്തരവ് കേജ്രിവാളിനെ കാണിക്കാനാകുമോ എന്നും അമിത് ഷാ ചോദിച്ചു. ഡൽഹിയിലെ ജനങ്ങളെ രക്ഷിക്കാനായി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഉത്തരവിറക്കിയതെന്നും അമിത് ഷാ ചോദിച്ചു. ജയവും പരാജയവും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. പക്ഷേ നിഷ്കളങ്കനായി ചമഞ്ഞുകൊണ്ട് ഹരിയാന സർക്കാരിനെ പഴിചാരി ഡൽഹിയിലെ ജനങ്ങളെ ഭീതിയിലാക്കുകയാണ് യഥാർത്ഥത്തിൽ കേജ്രിവാൾ ചെയ്യുന്നതെന്നും അമിത് ഷാ ആരോപിച്ചു. രാഷ്ട്രീയം ഒരിക്കലും ഇത്രയും വൃത്തികെട്ട നീതിയിലേക്ക് തഴം താരരുതെന്നും അമിത് ഷാ വ്യക്തമാക്കി. ഹരിയാന ഭരിക്കുന്ന BJP സർക്കാർ വ്യവസായ മാലിന്യങ്ങൾ യമുനയിലേക്ക് മനഃപൂർവ്വം ഒഴുക്കിവിടുന്നതായും നദിയിൽ വിഷം കലക്കി ഡൽഹിയിലെ ജനങ്ങളെ കൊല്ലാനാണ് ശ്രമിക്കുന്നതെന്നായിരുന്നു AAPയുടെ ആരോപണം. ഡൽഹി ജല ബോർഡ് CEO ശിൽപ ഷിൻഡെ ഡൽഹി ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ കേജ്രിവാളിന്റെ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ഡൽഹിയിലെ കൽക്കാജി നിയമസഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അമിത് ഷാ. അതേസമയം ഈ വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നാരോപിച്ച് ഹരിയാന മുഖ്യമന്ത്രി നായിബ് സിംഗ് സൈനിയും രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം കേജ്രിവാളിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഹരിയാനയിലെ ജനങ്ങളോട് കേജ്രിവാൾ ഉടൻ മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വെറുപ്പുളവാക്കുന്ന ഈ നഗ്നമായ അസത്യ പ്രചരണത്തിനെതിരെ അരവിന്ദ് കെജ്രിവാൾ ഹരിയാനയിലെയും ഡൽഹിയിലെയും ജനങ്ങളോട് ഉടൻ തന്നെ മാപ്പ് പറയണം, അല്ലെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി സൈനി വാർത്താ ഏജൻസിയോട് പറഞ്ഞു. കേജ്രിവാൾ ഡൽഹിക്ക് ഒരു ദുരന്തമായി മാറിയെന്നും സംസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ അനുഗ്രഹത്തോടെ തന്നെ BJP ഡൽഹിയെ ഈ ദുരന്തത്തിൽ നിന്നും മോചിപ്പിക്കാനാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 10 വർഷമായി ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ സർക്കാർ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരോപണത്തിൽ അദ്ദേഹത്തിന്റെ ശീലവും ചിന്തയുമാണ് അടങ്ങിയിരിക്കുന്നത്. വിഷയത്തെക്കുറിച്ച് പരിശോധന നടത്താൻ ഞങ്ങൾ ചീഫ് സെക്രട്ടറിയെ അവിടേക്ക് അയക്കുമെന്നും മുഖ്യമന്ത്രി സൈനി അറിയിച്ചിട്ടുണ്ട്. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണത്തിനെതിരെ ഹരിയാന മന്ത്രിയായ അനിൽ ബീജും രംഗത്തെത്തിയിരുന്നു. ഹരിയാനയിലൂടെ ഒഴുകുന്ന യമുന നദിയിലെയും ഡൽഹിയിലെയും വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് അതിലെ വാസ്തവം കാണാൻ കഴിയുമെന്നും ഡൽഹിയിലെ നദി വൃത്തിയാക്കുന്നത് ഞങ്ങളുടെ ജോലിയല്ല എന്നും അത് അരവിന്ദ് കെജ്രിവാളിന്റെ ജോലിയാണ് എന്നും അദ്ദേഹം അത് നിർവഹിക്കാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇടപെട്ടു. യമുന നദിയിലെ വെള്ളത്തിലെ അമോണിയയും അളവ് സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കകം വസ്തുതാപരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഹരിയാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഡൽഹി ജല ബോർഡ് CEO ആയ ശിൽപ ഷെട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണം വസ്തുതാപരമായി ഒരടിസ്ഥാനവും ഇല്ലാത്തതാണ് എന്നും തെറ്റാണ് എന്നും ചൂണ്ടിക്കാട്ടി ഡൽഹി ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതിയിരുന്നു. ഇത്തരം തെറ്റായ പ്രസ്താവനകൾ ഡൽഹി നിവാസികൾക്കിടയിൽ ആശങ്കകൾ സൃഷ്ടിക്കുമെന്നും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും അവർ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വിഷയം ലഫ്റ്റനന്റ് ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും അവർ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.